ഹലോ ഗായ്സ്, ഇന്ന് തൃക്കാർത്തികയാണ് അല്ലേ? നമ്മുടെ ദീപങ്ങളുടെ ഉത്സവം. ദീപാവലി പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ദിനമാണ് കേട്ടോ തൃക്കാർത്തിക. നമ്മുടെ കേരളത്തിൽ ഡിസംബർ 4 അതായത് ഇന്നാണ് തൃക്കാർത്തിക ആഘോഷിക്കുന്നത്. തൃക്കാർത്തിക വൃശ്ചിക മാസത്തിലെ കാർത്തിക നക്ഷത്രവും പൗർണമിയും ഒത്തുചേരുന്ന ഒരു പുണ്യ ദിവസമാണ് കേട്ടോ തൃക്കാർത്തിക. പക്ഷേ നമ്മൾ തമിഴ്നാട്ടിൽ ഇന്നലെ അതായത് ഡിസംബർ 3 തൃക്കാർത്തികയായി ആഘോഷിച്ചത് ഈ വർഷം. അതിനു കാരണം അവിടെ കാർത്തിക നക്ഷത്രം തുടങ്ങുന്ന ദിവസമാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ആഘോഷിക്കുന്നത്. ഇന്ന് വൃശ്ചിക മാസത്തിലെ കാർത്തിക നക്ഷത്രത്തിൽ നമ്മൾക്ക് ലക്ഷ്മി ദേവിയുടെയും പാർവതി ദേവിയുടെയും ശിവഭഗവാന്റെയും നാരായണൻ്റെയും മുരുകസ്വാമിയുടെയും എല്ലാം അനുഗ്രഹം ഇന്നത്തെ ദിവസം നമ്മുടെ വീട്ടിലെത്തുമെന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ എത്തുന്ന ഒരു പുണ്യ ദിവസമായി ഇന്ന് തൃക്കാർത്തികയെ നമ്മൾ കാണപ്പെടുന്നു. ദീപാവലി പോലെ തന്നെ നമ്മൾ ആഘോഷിക്കുന്ന ഒരു ദീപങ്ങളുടെ ഉത്സവമാണ് കേട്ടോ തൃക്കാർത്തിക. കഠിന വ്രതമൊന്നും തൃക്കാർത്തികയ്ക്ക് ആവശ്യമില്ല. പക്ഷേ നമ്മൾ മത്സ്യമാംസാദികൾ ഒഴിവാക്കുകയും ഒരു നേരം അരിയാഹാരം കഴിക്കുകയും ഒക്കെ ചെയ്യണം. ഉപവാസത്തിൻ്റെ ആവശ്യം തൃക്കാർത്തികയ്ക്ക് ഇല്ല. പാർവതി ദേവി സതീദേവിയായി പുനർജനിച്ച ദിവസത്തെയാണ് തൃക്കാർത്തികയായി കാണുന്നത്. കാർത്തിക നാളും പൗർണമിയും ഒത്തുചേരുന്ന ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട് കേട്ടോ. ഒട്ടുമിക്ക ദേവീക്ഷേത്രങ്ങളിലും ഇന്ന് വളരെ അധികം പ്രധാനപ്പെട്ട ദിവസമായി കാണുന്നു. അവിടെയെല്ലാം ഇന്ന് ആഘോഷിക്കുന്നു. ചോറ്റാനിക്കരയും കാടാമ്പുഴയൊക്കെ ഇന്ന് ഒരുപാട് ആഘോഷങ്ങളും പ്രധാനപ്പെട്ട ദിവസവും തന്നെയാണ് കേട്ടോ. നമ്മൾ വിളക്ക് തെളിയിക്കേണ്ടത് നമ്മുടെ വീട്ടിൽ തുളസിത്തറ ഉണ്ടെങ്കിൽ അവിടെ നിർബന്ധമായും നമ്മൾ വിളക്ക് തെളിയിക്കണം. തുളസിത്തറയോ തുളസിത്തെടിയോ ഉണ്ടെങ്കിൽ അവിടെ വിളക്ക് തെളിയിക്കണം. വീടിൻ്റെ മുൻവശത്ത് കൂടുതൽ തിരികൾ തെളിയിക്കണം. അതുപോലെ തന്നെ വീടിൻ്റെ 4 കോർണറുകളിലായും തിരി തെളിയിക്കണം. എത്രത്തോളം തിരി നമുക്ക് തെളിയിക്കാൻ പറ്റുമോ അത്രത്തോളം തിരി തെളിയിക്കുക. വീടിനുള്ളിൽ എല്ലായിടത്തും നമ്മൾ ലൈറ്റ് ഇട്ട് വെക്കണം. വൈകുന്നേരം സന്ധ്യാസമയം തൊട്ട് ഏകദേശം 8 മണി വരെ റൂമുകളിൽ എല്ലായിടത്തും ലൈറ്റ് ഇട്ട് വെക്കണം. എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെയും പാർവതി ദേവിയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ.